ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. RRB ഗ്രൂപ്പ് ഡി എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ എക്സാമിൻ്റെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അല്ലേ, അതറിഞ്ഞുള്ള പഠനമായിരിക്കും എപ്പോഴും നമുക്ക് നല്ല ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കെമിസ്ട്രിയിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇരുമ്പ് തുരുമ്പിക്കുന്നതിൻ്റെ നിറം ഡാഷ് ആണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നതിൻ്റെ നിറം ഡാഷ് ആണ്. നമുക്കറിയാം മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. മെറ്റൽസിൽ തന്നെ ഇരുമ്പ് അല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ്. മെറ്റൽസ് പഠിക്കുമ്പോൾ തന്നെ ചില മെറ്റൽസിന് വളരെ പ്രാധാന്യമുണ്ട്. അലൂമിനിയം, അതായത് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്, ഇങ്ങനെയുള്ള ചില മെറ്റൽസ്, കോപ്പർ, ഇങ്ങനെയുള്ളതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലേ മെറ്റൽസിൽ തന്നെ. അപ്പോൾ ഇവിടെ ഇരുമ്പ് തുരുമ്പിക്കുന്നതിൻ്റെ നിറം ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇരുമ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ലോഹങ്ങളിൽ പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തുരുമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ തുരുമ്പ് എങ്ങനെ നമുക്ക് തുരുമ്പിക്കാതിരിക്കാൻ പറ്റും അല്ലേ, അതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ്സ്, കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഈ ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇരുമ്പ് തുരുമ്പിക്കുന്നതിൻ്റെ നിറമാണ് ചോദിച്ചിരിക്കുന്നത്. ചുവപ്പ് ചേർന്ന ഗ്രേ, ചുവപ്പ് ചേർന്ന നീല, ചുവപ്പ് ചേർന്ന തവിട്ട് നിറം, ചുവപ്പ് ചേർന്ന മഞ്ഞ. ഇതിലേതാണ് ഇരുമ്പ് തുരുമ്പിക്കുമ്പോഴുള്ള നിറം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, തുരുമ്പ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. എന്താണത്? ഒരു റെഡിഷ് ബ്രൗൺ ആണ് അല്ലേ. ഒരു റെഡിഷ് ബ്രൗൺ നിറമാണ് നമുക്ക് അല്ലേ, ഒരു റെഡിഷ് ബ്രൗൺ നിറമാണ് നമുക്ക് ഈ തുരുമ്പിൻ്റെ എന്ന് പറയാം. അപ്പം അതിനോട് ചേർന്ന ഒരു പേര് ഇതിലേതാണ്? ചുവപ്പ് ചേർന്ന തവിട്ട് നിറമാണ് അല്ലേ. ചുവപ്പ് ചേർന്ന തവിട്ട് നിറമാണ് ഇരുമ്പ് തുരുമ്പിക്കുമ്പോഴുള്ള നിറം എന്ന് പറയുന്നത് അല്ലേ. ഇനി തുരുമ്പ് എന്താണ് എന്നും ചോദിക്കാം അല്ലേ. എന്തിനെയാണ് നമ്മൾ തുരുമ്പ് അല്ലെങ്കിൽ റസ്റ്റ് എന്ന് പറയുന്നത്? ഹൈഡ്രേറ്റഡ് അയൺ 3 ഓക്സൈഡ് ആണ്. റസ്റ്റ് എന്താണ്? ഹൈഡ്രേറ്റഡ് അയൺ 3 ഓക്സൈഡ് ആണ് കേട്ടോ. അയൺ 3 ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തുരുമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് തുരുമ്പ് എന്ന് ചോദിച്ചാൽ ഹൈഡ്രേറ്റഡ് അയൺ 3 ഓക്സൈഡിനെയാണ് നമ്മൾ തുരുമ്പ് എന്ന് പറയുന്നത്. തുരുമ്പിൻ്റെ നിറം ചോദിച്ചിട്ടുണ്ട്. അത് ചോദ്യമായിട്ട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ചുവപ്പ് ചേർന്ന തവിട്ട് നിറമാണ് തുരുമ്പിൻ്റെ നിറം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് കൊണ്ടാണ് പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതും എന്താണ്? നമ്മുടെ ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, അതായത് മനുഷ്യ ശരീരത്തിലുള്ള മൂലകങ്ങളെ, ധാതുക്കളെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അപ്പം എന്താണ്? എന്തുകൊണ്ടാണ് പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്? സോഡിയം ഫോസ്ഫേറ്റ് ആണോ, പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ആണോ, കാൽസ്യം ഫോസ്ഫേറ്റ് ആണോ, ഫെറസ് സൾഫേറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം പല്ലിൻ്റെ ഇനാമൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യമാണ് അല്ലേ. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽസ്യമാണ് അല്ലേ. കാൽസ്യം എന്ന മൂലകമാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേഗം പറയാൻ പറ്റും കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് കേട്ടോ. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് പല്ലിൻ്റെ ഇനാമൽ നിർമ്മിക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അത് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന കോമ്പൗണ്ട് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇനാമലിൻ്റെ ആരോഗ്യത്തിന്, പല്ലിൻ്റെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പല്ലിൻ്റെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറിനാണ്. ഫ്ലൂറിനാണ് പല്ലിൻ്റെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം. അപ്പോൾ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. ഈ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം എന്ന് പറയുന്നത് ഫ്ലൂറിനാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിലിക്ക ഇതിൽ ലയിക്കുന്നതാണ്. സിലിക്ക ഈ തന്നിരിക്കുന്ന ഏതിലാണ് ലയിക്കുന്നത്? HF തന്നിട്ടുണ്ട്, HNO3 തന്നിട്ടുണ്ട്, HCl തന്നിട്ടുണ്ട്, H2SO4 തന്നിട്ടുണ്ട് അല്ലേ. സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ട്. ഇതിലേതിലാണ് സിലിക്ക ഡിസോൾവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സിലിക്കേനെ കുറിച്ച് പറയുമ്പോൾ സിലിക്ക
സ്ട്രോങ്ലി അസിഡിക് അല്ലെങ്കിൽ സ്ട്രോങ്ലി ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻസിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്ക ഇതിൽ ഏതിലാണ് ഡിസോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ HFലാണ് കേട്ടോ. HFലാണ് സിലിക്ക ഡിസോൾവ് ചെയ്യുന്നത്. ഇനി അത് കൂടാതെ ഏറ്റവും വീര്യമുള്ള ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ് അല്ലേ? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ് ഏറ്റവും വീര്യമുള്ള ആസിഡ്. അപ്പോൾ അതിലാണ് സിലിക്ക ഡിസോൾവ് ചെയ്യുന്നത്. സ്ട്രോങ് ആസിഡിലോ സ്ട്രോങ് ബേസിലോ ആണ് സിലിക്ക ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ HF ഈസ് എ സ്ട്രോങ് ആസിഡ് ആണ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അപ്പോൾ അതിൽ സിലിക്ക ഡിസോൾവ് ചെയ്യും. തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള HF ആണ്. അപ്പോൾ HFൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട് സിലിക്ക. ഇനി അത് കൂടാതെ സിലിക്ക സ്ട്രോങ് ബേസായ NaOHലും ഡിസോൾവ് ചെയ്യും. അപ്പോൾ അതുകൂടി ഓർത്ത് പഠിച്ചോളൂ. സ്ട്രോങ് ബേസായ NaOHലും സിലിക്ക ഡിസോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിലിക്ക എപ്പോഴും സ്ട്രോങ് ആസിഡിലോ സ്ട്രോങ് ബേസിലോ ആണ് ഡിസോൾവ് ചെയ്യുന്നത്. pH കുറഞ്ഞു അതായത് 8ലേക്ക് അതായത് ന്യൂട്രലിലേക്ക് വരുന്നിടത്തേക്ക് സിലിക്ക ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ സ്ട്രോങ് ആസിഡായ HFൽ ഡിസോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ട്രോങ് ബേസായ സോഡിയം ഹൈഡ്രോക്സൈഡിലും സിലിക്ക ഡിസോൾവ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം ഇത് നമ്മൾ അറിഞ്ഞിരുന്ന് പഠിക്കണം. ഇതെല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ്ലി നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ട പ്രിപ്പറേഷൻസ്, അതിൻ്റെ സിലബസ്, അതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെ നിങ്ങൾ കവർ ചെയ്യണം എന്നതിനെയൊക്കെ കുറിച്ചിട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നമ്മുടെ ഷൈജു സാർ വരുന്നുണ്ട്. വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. വെബിനാറിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ RRB ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിലൂടെ അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചും ഒക്കെ സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകളിലൂടെ കാര്യങ്ങൾ അറിയുക, അറിഞ്ഞ് പഠിക്കുക, ഗ്രൂപ്പ് ഡി എക്സാംസ് ക്ലിയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഈ വരുന്ന 7-ാം തീയതി ഷൈജു സാറിൻ്റെ ഒരു ഫ്രീ വെബിനാർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം സാറ് പറഞ്ഞു തരും. സിലബസിനെ കുറിച്ചും എക്സാംസിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എങ്ങനെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു പ്ലാനും കാര്യങ്ങളും എല്ലാമായിട്ടാണ് സാർ വരുന്നത്. ആരും മിസ് ചെയ്യരുത്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാംസിന് തയ്യാറെടുക്കുന്നവർ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക, ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക. എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളത് ഐഡിയാപരമായിട്ട് തന്നെ അറിയുക. ആ തരത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇരുമ്പും ഡാഷുമായി കലർത്തുമ്പോൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലഭിക്കുന്നു. ഇരുമ്പും ഡാഷുമായിട്ട് കലർത്തുമ്പോൾ, ഇപ്പം ഇരുമ്പ് പിന്നെ എന്തൊക്കെയാണ് ഡാഷുമായിട്ട് എന്തൊക്കെ ചേരുമ്പോഴാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? നമുക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു ലോഹസങ്കരമാണ് അല്ലേ? ഇരുമ്പ് പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന ഇരുമ്പിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലോഹസങ്കരമാക്കാറുണ്ട്. മറ്റ് ലോഹങ്ങളുമായിട്ട് ചേർത്ത് അലോയ്സ് ആക്കാറ പതിവ്. കാരണം ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിച്ച് പോകുന്നത് കൊണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അലോയ് എന്ന് പറയുന്നത് ഉരുക്ക്, അതായത് സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിന് നമുക്കറിയാം കാർബൺ അല്ലേ? കാർബൺ ഉണ്ട് എന്നറിയാം. ഇനി ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇരുമ്പിൻ്റെ കൂടെ വേറെ ആരെയൊക്കെ കൂടി ചേർക്കുന്നുണ്ട്? സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളും അങ്ങനെയുള്ളതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അവിടെ ഇരുമ്പിൻ്റെ കൂടെ വേറെ ആരെല്ലാം ചേരുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിക്കൽ കാൽഷ്യം ചോദിച്ചിട്ടുണ്ട്, നിക്കൽ ക്രോമിയം ചോദിച്ചിട്ടുണ്ട്, നിക്കൽ കൊബാൾട്ട് ചോദിച്ചിട്ടുണ്ട്, നിക്കൽ കോപ്പർ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ ചേരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇരുമ്പിൻ്റെ കൂടെ ആരൊക്കെ ചേരുന്നതാണ്? നിക്കലും ക്രോമിയവും ചേരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ക്രോമിയമാണ്. ഇരുമ്പുണ്ട് അല്ല, ഇരുമ്പ് കഴിഞ്ഞാൽ പിന്നെ ക്രോമിയമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നിക്കലും ക്രോമിയവുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളത് കേട്ടോ. അപ്പം ഇരുമ്പിനോടൊപ്പം നിക്കലും ക്രോമിയവും. അപ്പം അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, നിക്കൽ ക്രോമിയമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി ഡാഷ് ആണ്. എത്രയാണ് ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് അറ്റോമിസിറ്റി. നമുക്കറിയാം മോണോ അറ്റോമിക് ഉണ്ട്, ഡൈ അറ്റോമിക് ഉണ്ട്, ട്രൈ അറ്റോമിക് ഉണ്ട്, ടെട്രാ അറ്റോമിക് അല്ലെങ്കിൽ പോളി അറ്റോമിക് എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് വരും നമ്മൾ അറ്റോമിസിറ്റി പറയാറുണ്ട്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെട്രാ അറ്റോമിക് ആണോ, പോളി അറ്റോമിക് ആണോ, ഡൈ അറ്റോമിക് ആണോ, മോണോ അറ്റോമിക് ആണോ? ഇതിലേതാണ് ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി എത്രയാണ്? P4 എന്നാണ് നമ്മൾ എപ്പോഴും എഴുതാറ് അല്ലേ? ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി ടെട്രയാണ് കേട്ടോ. 4 എന്ന് പറയുമ്പോൾ ടെട്ര. അപ്പോൾ ഫോസ്ഫറസ് ടെട്രാ അറ്റോമിക് ആണ്. അപ്പോൾ 4 ആണ് അതിൻ്റെ അറ്റോമിസിറ്റി. അല്ലെങ്കിൽ നമ്മൾ ഫോസ്ഫറസിനെയും സൾഫറിനെയും
എന്താണ് പോളി അറ്റോമിക്കിൽ പെടുത്തുന്നതാണ്. അപ്പോൾ ഫോസ്ഫറസ് ടെട്രാ അറ്റോമിക് ആണ്. അതുപോലെ തന്നെയാണ് സൾഫറും. എന്താണ്? S8 ആണ് സൾഫർ അല്ലേ? S8 ആണ് സൾഫർ. അതെന്താണ്? ഇത് രണ്ടിനെയും നമ്മൾ പോളി അറ്റോമിക് എന്ന് പറയാറുണ്ട്. ഫോസ്ഫറസിനെയും സൾഫറിനെയും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പോളി അറ്റോമിക് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. ഫോസ്ഫറസിന്റെ പോളി അറ്റോമിക് തന്നെ P4 ആയതുകൊണ്ട് ടെട്രാ 4 എന്ന വാക്കുകൂടി നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൂടാതെ സൾഫറും S8 ആണ്, പോളി അറ്റോമിക്കിൽ വരുന്നതാണ്. അപ്പോൾ അറ്റോമിസിറ്റി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഫോസ്ഫറസും സൾഫറും നിങ്ങൾ മറക്കരുത്. അത് രണ്ടും പോളി അറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി അവിടെ തന്നെ ഫോസ്ഫറസ് പോളി അറ്റോമിക് എന്നും പറയും. ഇനി 4 എണ്ണം ഉള്ളത് കൊണ്ട് ടെട്രാ എന്ന് ഇതുപോലെ സ്പെഷ്യലൈസ് ചെയ്തും ചോദിക്കാം. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഓസോൺ എന്തിന് എക്സാമ്പിൾ ആണ്? O3. ഓസോൺ എങ്ങനെയാ? O3 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണേ അല്ലേ? അപ്പോൾ ഓസോൺ അതായത് O3 ഇതെന്താണ്? ട്രൈ അറ്റോമിക്കിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ട്രൈ അറ്റോമിക് ആയിട്ടുള്ളത് മോളിക്യൂളിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി ഡൈഅറ്റോമിക്കിന് എക്സാമ്പിൾ നമുക്കറിയാം. O2 ഉണ്ട്, N2 ഉണ്ട്, F2 ഉണ്ട്, Cl2 ഉണ്ട്, H2 ഉണ്ട്. 2 എഴുതണവരൊക്കെ എന്താണ്? ഡൈഅറ്റോമിക് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പോളി അറ്റോമിക് ഉണ്ട്, ട്രൈ അറ്റോമിക് ഉണ്ട്, ഡൈഅറ്റോമിക് ഉണ്ട്. ഇനി എന്തുണ്ട് അറ്റോമിസിറ്റി? മോണോ അറ്റോമിക് ഉണ്ട്. മോണോ അറ്റോമിക്കിന് എക്സാമ്പിൾ ആണ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം. ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ ആരാണ്? മോണോ അറ്റോമിക് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അറ്റോമിസിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോണോ അറ്റോമിക്, ഡൈഅറ്റോമിക്, പോളി അറ്റോമിക്, അതുപോലെ തന്നെ ട്രൈ അറ്റോമിക്. ട്രൈ അറ്റോമിക്കിന് എക്സാമ്പിൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഞാൻ പറയാം. O3 ഓസോൺ ട്രൈ അറ്റോമിക് ആണ്. ഓസോണിൻ്റെ അറ്റോമിസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ ട്രൈ അറ്റോമിക് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അറ്റോമിസിറ്റി ബേസ് ചെയ്ത ക്വസ്റ്റിനും പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഫോസ്ഫറസിൻ്റെ ആണ് പ്രീവിയസ് ചോദിച്ചത്. അത് ടെട്രാ അറ്റോമിക് ആണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ കെമിസ്ട്രിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബിനാറിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, മറക്കരുത്. എല്ലാവരും വെബിനാറിൽ ജോയിൻ ചെയ്യുക. എങ്ങനെ RRB ക്രാക്ക് ചെയ്യാം നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക്